പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ ഓരോ സമാധാന നിർദ്ദേശങ്ങളും ഒരു പുതിയ യുദ്ധക്കളം തുറക്കാറുണ്ട്. അത്തരത്തിൽ ഗസയിലെ നിലവിലെ യുദ്ധം അവസാനിപ്പിക്കാനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20-ദിന സമാധാന പദ്ധതിയും ഇപ്പോൾ പുതിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ പദ്ധതിയെ സ്വാഗതം ചെയ്തപ്പോൾ ഹമാസ് ഇതിനെ തള്ളിക്കളയാനുള്ള സാധ്യതകളാണ് അന്തരീക്ഷത്തിലുള്ളത്. ഇസ്രയേലിന്റെ താൽപര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കുന്നതെന്നാണ് ഹമാസിന്റെ ഉദ്യോഗസ്ഥന്റെ പ്രസ്താവന. ഗസയുടെ ഭാവി, ഇസ്രയേൽ പലസ്തീൻ ബന്ധം, മേഖലയുടെ രാഷ്ട്രീയ ഭൂപടം എന്നിവയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഈ നിർദ്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഹമാസിന് മുന്നിൽ ട്രംപ് വെച്ച 3-4 ദിവസത്തെ അന്ത്യശാസനത്തിന്റെ പ്രസക്തി എന്താണ്? എന്തുകൊണ്ട് ഒരു സമാധാന ഉടമ്പടി ഹമാസിനൊരു കെണിയായി മാറുന്നു? ട്രംപിന്റെ 20-ദിന പദ്ധതികളെക്കുറിച്ച് വ്യക്തമായി ഒന്ന് നോക്കാം. ഉൾക്കാമ്പും ഇസ്രയേലിന്റെ വിജയവും ട്രംപിന്റെ ഈ നിർദ്ദേശം കേവലം വെടിനിർത്തൽ പ്രഖ്യാപനത്തിനപ്പുറം സംഘർഷ മേഖലയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുന്ന പല വ്യവസ്ഥകളും ഉൾക്കൊള്ളുന്നുണ്ട്. ഈ പദ്ധതിയുടെ പ്രധാന വ്യവസ്ഥകൾ പരിശോധിക്കുമ്പോൾ അതിന്റെ രൂപകൽപ്പന ഇസ്രായേലിന്റെ ദീർഘകാല സുരക്ഷാ താൽപര്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലാണ് എന്ന് വ്യക്തമാകും. പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയെന്ന് നോക്കാം. നിലവിലെ സംഘർഷത്തിന് അറുതി വരുത്തുക. മറ്റൊന്ന്, ഹമാസിന്റെ കൈവശമുള്ള എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക. ഇതിന് പകരമായി ഒക്ടോബർ 7-ന് ശേഷം തടവിലാക്കപ്പെട്ട 1700 ഗസക്കാരെയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 250 പേരെയും ഇസ്രയേൽ വിട്ടയക്കും. മൃതദേഹങ്ങളുടെ കൈമാറ്റത്തിനും പ്രത്യേക വ്യവസ്ഥകളുണ്ട്. ഇസ്രയേൽ സൈനിക പിന്മാറ്റമാണ് മറ്റൊന്ന്. ഗസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം ഘട്ടം ഘട്ടമായി പിന്മാറുക എന്നാണ് നിർദ്ദേശം. ഹമാസിന്റെ നിരായുധീകരണം, ഇതാണ് ഹമാസിന് ഏറ്റവും അസ്വീകാര്യമായ വ്യവസ്ഥ. ഹമാസ് അവരുടെ ആയുധങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും നിരായുധീകരിക്കുകയും ചെയ്യണമെന്നാണ്. അന്താരാഷ്ട്ര നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ വേണം എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. ഒരു അന്താരാഷ്ട്ര ബോഡിയുടെ നേതൃത്വത്തിൽ ഗസയിൽ ഒരു ഇടക്കാല ഭരണകൂടത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ വ്യവസ്ഥകളിൽ ഏറ്റവും നിർണായകവും എന്നാൽ ഹമാസിന് ചേരാൻ ബുദ്ധിമുട്ടുള്ളതുമായ വ്യവസ്ഥയാണ് ഈ നിരായുധീകരണം എന്നുള്ളത്. തങ്ങളുടെ രാഷ്ട്രീയ സൈനിക നിലനിൽപ്പിന്റെ നട്ടെല്ലാണ് ആയുധശക്തി എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടനയ്ക്ക് അത് ഉപേക്ഷിക്കുക എന്നാൽ സ്വന്തമായി ഇല്ലാതാവുക എന്നതിന് തുല്യമാണ്. പലസ്തീൻ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് തങ്ങൾ പോരാടുന്നതെന്ന ഹമാസിന്റെ വാദഗതിയുടെ അന്തസത്തയാണ് ഈ വ്യവസ്ഥ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹമാസ് ഇതിനെ ഇസ്രയേലിന്റെ താൽപര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന നിർദ്ദേശങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഈ തള്ളിപ്പറയലിന് പിന്നിലെ കാരണങ്ങളെന്ന് നോക്കാം. ആയുധം കൈവിടുക, അധികാരം ഉപേക്ഷിക്കുക. ട്രംപിന്റെ സമാധാന പദ്ധതി ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ അസ്തിത്വ പ്രതിസന്ധിയാണ്. സൈനിക ശക്തിയാണ് രാഷ്ട്രീയ മൂലധനം. നമുക്കറിയാം, കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി ഗാസയുടെ നിയന്ത്രണം ഹമാസിന്റെ കൈകളിലാണ്. തങ്ങളുടെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സിന്റെ ശക്തിയും ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കാൻ ശേഷിയുമുണ്ട് എന്നതിനാലാണ് അവരുടെ രാഷ്ട്രീയ സ്വാധീനം നിലനിൽക്കുന്നത്. ആയുധം ഉപേക്ഷിക്കുക എന്നാൽ ഗാസയുടെ മേലുള്ള അവരുടെ അധികാരം, പ്രത്യേകിച്ച് സുരക്ഷാ നിയന്ത്രണം പൂർണ്ണമായും കൈമാറുന്നതിന് തുല്യമാണ്. ഈ അവസ്ഥയിൽ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇസ്രായേൽ സൈനിക നടപടികളെ പ്രതിരോധിക്കാനുള്ള ശേഷി അവർക്ക് നഷ്ടമാകും. 2, വിശ്വാസ്യതയുടെ തകർച്ചയാണ്. ഒരു ഭീകര സംഘടനയെന്ന നിലയിൽ നിലനിൽക്കുന്ന ഹമാസിന്റെ പ്രധാന ലക്ഷ്യം ഇസ്രായേലിനെതിരായ പ്രതിരോധമാണ്. ആയുധം വെച്ച് കീഴടങ്ങുന്നത് തങ്ങളുടെ അനുയായികൾക്കും തങ്ങളെ പിന്തുണയ്ക്കുന്ന പലസ്തീൻ ജനതയ്ക്കും ഇടയിൽ അവരുടെ വിശ്വാസ്യത തകർക്കും എന്ന ഒരു തോന്നലുണ്ടാകും. ഇത് പലസ്തീൻ രാഷ്ട്രീയത്തിൽ അവർ ഒറ്റപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാം. മറ്റൊന്ന് അധികാര കൈമാറ്റമാണ്. അന്താരാഷ്ട്ര നേതൃത്വത്തിലുള്ള ഒരു ഇടക്കാല ഭരണകൂടം നിലവിൽ വരുന്നതോടെ ഗാസയിലെ അവരുടെ ഭരണപരവും സാമ്പത്തികപരവുമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാകും. താലിബാന്റെ കാര്യത്തിൽ എന്ന പോലെ ഒരു സായുധ പോരാട്ടത്തിലൂടെ നേടിയ അധികാരം ചർച്ചയിലൂടെ ഉപേക്ഷിക്കാൻ ഒരു തീവ്രവാദ പ്രസ്ഥാനവും എളുപ്പത്തിൽ തയ്യാറാവുകയില്ല. ചുരുക്കത്തിൽ ട്രംപിന്റെ പദ്ധതി ഹമാസിനോട് ആവശ്യപ്പെടുന്നത് ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പിടാനല്ല, മറിച്ച് രാഷ്ട്രീയ ആത്മഹത്യ അല്ലെങ്കിൽ ഉന്മൂലനം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പദ്ധതിയെ ഉത്തരവാദിത്വത്തോടെ പഠിക്കുകയാണ് എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പറയുന്ന അതിനിടയിലും ഹമാസ് ഉദ്യോഗസ്ഥൻ തള്ളിക്കളയലിന്റെ സൂചനകൾ നമുക്ക് നൽകുന്നത്. അന്ത്യശാസനവും ഭൂതകാല പഠനങ്ങളും ട്രംപിന്റെ പ്രഖ്യാപനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ഹമാസിന് നൽകിയ 3-4 ദിവസത്തെ ആ അന്ത്യശാസനമാണ്. ഒപ്പിട്ടില്ലെങ്കിൽ ഇസ്രായേൽ ചെയ്യേണ്ടത് ചെയ്യും എന്ന ഭീഷണിക്ക് പിന്നിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പൊതു നിലപാടാണ് പ്രതിഫലിക്കുന്നത്. എന്നാൽ അന്ത്യശാസനം എന്നത് നയതന്ത്രത്തിന്റെ ലോകത്ത് അപൂർവമായ ഒന്നല്ല. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനായി നിരവധി വെടിനിർത്തൽ കരാറുകൾ ചർച്ച ചെയ്യപ്പെടുകയും പലതവണ ഇസ്രയേലും ഹമാസും അത് നിരസിക്കുകയും ചെയ്തിട്ടുണ്ട്. തടവുകാരുടെ കൈമാറ്റം, സൈനിക പിന്മാറ്റം തുടങ്ങിയ 20-ദിന പദ്ധതിയിലെ പല ഘടകങ്ങളും മുൻ ചർച്ചകളിൽ ഉൾപ്പെട്ടവയാണ്.
എന്നിട്ടും ഇരുപക്ഷവും താൽക്കാലികമായി അംഗീകരിച്ച ശേഷം പിന്നീട് തള്ളിക്കളഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഹമാസിനെ സംബന്ധിച്ച് ഈ അന്ത്യശാസനം അവർക്ക് മേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ്. അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേലും ഒപ്പുവെച്ച ഈ പദ്ധതിയിൽ ഒപ്പിടാതെ വരുന്ന പക്ഷം സംഘർഷം തുടരുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹമാസിന്റെ മേൽ വന്നു ചേരും. ഇത് ഖത്തർ പോലൊരു സൗഹൃദ രാജ്യങ്ങളിൽ നിന്ന് പോലും പിന്തുണ കുറയ്ക്കാൻ കാരണമായേക്കാം. എങ്കിലും ഹമാസിന്റെ കണക്കുകൂട്ടൽ വ്യത്യസ്തമാണ്. ഇത്രയും വലിയ സൈനിക നീക്കത്തിനും നാശനഷ്ടങ്ങൾക്കും ശേഷം തങ്ങൾ എളുപ്പത്തിൽ കീഴടങ്ങില്ല എന്ന സന്ദേശം പലസ്തീൻ ജനതയ്ക്ക് നൽകാനും നിരായുധീകരണ വ്യവസ്ഥ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുമാണ് അവർ ശ്രമിക്കുക. അന്ത്യശാസനം അംഗീകരിക്കാതിരിക്കുന്ന പക്ഷം ഇസ്രായേൽ സൈനികമായി കൂടുതൽ മുന്നോട്ട് പോകുമെന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. ഈ അവസ്ഥയിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാനും ഇസ്രായേലിനെതിരെ വീണ്ടും സമ്മർദ്ദം ചെലുത്താനും ഹമാസിന് സാധിക്കും. ഇരുട്ടിൽ തപ്പുന്ന സമാധാന സാധ്യതകൾ. ഗസയിലെ സമാധാന ശ്രമങ്ങൾ ഒരു മുൾവഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ട്രംപിന്റെ ഈ 20 ദിന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പദ്ധതി ഒരു വശത്ത് വെടിനിർത്തലും ബന്ദിമോചനവും വാഗ്ദാനം ചെയ്യുമ്പോൾ മറുവശത്ത് അത് ഹമാസിന്റെ രാഷ്ട്രീയ അസ്തിത്വത്തിന് തന്നെ കത്തിവെക്കുകയാണ്. ഇസ്രായേൽ ഈ പദ്ധതി അംഗീകരിക്കുന്നത് അവരുടെ സുരക്ഷാ താൽപ്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്നു എന്ന ബോധ്യത്തിലാണ്. എന്നാൽ ആയുധം താഴെ വയ്ക്കാൻ ഹമാസ് തയ്യാറല്ലെങ്കിൽ ഈ സമാധാന നീക്കം വെറുമൊരു കടലാസ് ആയി മാറാനാണ് സാധ്യത. ഗസയുടെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. സമാധാനം എന്നത് സായുധ പോരാളികൾക്ക് അവരുടെ അധികാരം ഉപേക്ഷിക്കാനുള്ള ഒരു മാർഗമായി മാറുന്നിടത്തോളം കാലം പലസ്തീൻ ജനതയുടെ യഥാർത്ഥ ആവശ്യങ്ങളും ശബ്ദങ്ങളും വീണ്ടും അരികുകളിലേക്ക് തള്ളപ്പെടും. ലോകം കാത്തിരിക്കുന്നത് ഹമാസിന്റെ മറുപടിക്കാണ്. പക്ഷേ ആ മറുപടി ഒരു നോ ആണെങ്കിൽ ഗാസയുടെ മണ്ണിൽ കൂടുതൽ ദുരന്തങ്ങളുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുക തന്നെ ചെയ്യും. അതിജീവനത്തിനായുള്ള അവരുടെ പോരാട്ടത്തിൽ അധികാരം ഉപേക്ഷിക്കാൻ അവർ തയ്യാറാകുമോ, അതോ അന്ത്യശാസനം തള്ളി കൂടുതൽ വലിയ യുദ്ധത്തിനൊരുങ്ങുമോ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഹമാസ് മാത്രമാണ്.